SIP മ്യൂച്വൽ ഫണ്ടും രണ്ടും ഒന്നാണോ? അല്ല. SIP എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വെച്ച് നിശ്ചിത തീയതിയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ടാവുന്ന ഒരു EMI കട്ടാവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു പോകുന്ന ഒരു മെത്തേഡാണ് SIP എന്ന് പറയുന്നത്. അതായത് നമ്മൾ RD ഒക്കെ ചെയ്യല്ലോ, റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയില്ല, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തു പോകുന്ന ഒരു സ്കീമാണ് SIP എന്ന് പറയുന്നത്. അത് ഏറ്റവും പോപ്പുലറായിട്ട് ചെയ്യപ്പെടുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലേക്കാണ്. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് വൺ ടൈം ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ പല ആളുകളും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ SIP എന്നുള്ള പേര് കേട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂലിപ്പ് പോലെയുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കമ്പാരിറ്റീവ്ലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത്ര അട്രാക്റ്റീവായിട്ടുള്ള നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമല്ല. മാത്രമല്ല അതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, അതിൻ്റെ ചാർജസ് കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലുമാണ്. ലിക്വിഡിറ്റീൻ്റെ പ്രശ്നമുണ്ട്, നമുക്ക് പെട്ടെന്ന് ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ അത്തരത്തിലുള്ള ലോക്കിന് കമ്പാരിറ്റീവ്ലി ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് ഫണ്ട് ലിക്വിഡേറ്റബിളാണ്, അതായത് പെട്ടെന്ന് ആവശ്യമുള്ളപ്പോൾ ഫണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾക്ക് പറ്റും. മാത്രമല്ല നമുക്ക് എപ്പോഴെങ്കിലും ഇൻ ബിറ്റ്വീനായിട്ട് നിർത്തണം, 1-2 മാസത്തേക്കോ ഇല്ലയെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യണം, ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ എങ്കിലും ഇതിൽ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി നല്ലതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ റിസ്ക് എന്താണോ, എത്ര കാലത്തേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിനനുസരിച്ചിട്ട് ഫണ്ട് ചൂസ് ചെയ്താൽ മതി എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.